ഓർഫനേജിൽ വളർന്ന അനാഥ പെൺകുട്ടിയായ സമൃദ്ധയുടെ പാട്ട് കേട്ടാണ് ഗോകുൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗോകുലിന്റെ കയ്യിലും ഇല്ലേ അങ്ങനൊരു വീഡിയോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? ഡോക്ടർ ഉദ്ദേശിച്ചത് ദാമ്പത്യ ബന്ധമാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കുട്ടിയുണ്ട്. ആക്സിഡന്റിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യത്തിന് പിണക്കത്തിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. എന്തായിരുന്നു കാരണം? അതമ്മ പറഞ്ഞില്ലേ? അമ്മയ്ക്കും അതറിയില്ല. ഗൂഗിളിനോടും സമൃദ്ധ ചോദിച്ചിട്ടില്ല? അദ്ദേഹം എന്നോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു അന്യ സ്ത്രീയോടുള്ള ബഹുമാനം. പക്ഷേ അദ്ദേഹം നല്ലൊരു അച്ഛനാണ്. മുമ്പ് സമൃദ്ധ പാടിയിരുന്ന കീർത്തനങ്ങൾ ഇപ്പൊ പാടി റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അത് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഡോക്ടർ. സമൃദ്ധ ഓർഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഉണ്ടാവില്ലേ സമൃദ്ധയുടെ പാട്ട് കേട്ടവരും സമൃദ്ധയെ പരിചയമുള്ളവരും? സാധ്യതയുണ്ട്. സാധ്യതയല്ല, തീർച്ചയായും ഉണ്ട്. സമൃദ്ധയ്ക്ക് ഒരുപക്ഷെ ഭൂതകാലം മറക്കാം. ഭൂതകാലത്തിന് പക്ഷേ സമൃദ്ധി മറക്കാനാവില്ല. ആ ഓർഫനേജും അതിന്റെ അധികൃതരും അന്തേവാസികളും എല്ലാം സമൃദ്ധയുടെ ഓർമ്മയിൽ നിന്ന് മാത്രമേ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഭൂമുഖത്ത് നിന്നല്ല. ആ ഓർഫനേജിന്റെ പേരെന്താണെന്നറിയാമോ? ഹോളി ഫാമിലി എന്നോ മറ്റോ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു സിസ്റ്റർ എവ്ലിൻ ആയിരുന്നു അവിടുത്തെ മദർ സുപ്പീരിയർ. അവർക്കെന്നോട് സ്വന്തം മോളെ പോലുള്ള ഇഷ്ടമായിരുന്നു. ആ സിസ്റ്റർ ഒരിക്കലും സമൃദ്ധി അന്വേഷിച്ചു വന്നിട്ടില്ല? ഇല്ല ഡോക്ടർ. എങ്കിൽ ആ സിസ്റ്ററേയും ആ ഓർഫനേജും അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ആ ഓർഫനേജിന്റെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ഇല്ല ഡോക്ടർ, ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിൽ ചോദിക്കണം. അമ്മയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം. അതറിഞ്ഞാലുടൻ നമ്മളൊരു യാത്ര പോകുന്നു സമൃദ്ധയുടെ ഭൂതകാലത്തിലേക്ക്. ഒരുപക്ഷെ മറ്റുള്ളവർ കുഴിവേട്ടി മൂടിയ സത്യങ്ങള് മാന്തി പുറത്തെടുക്കാൻ. ഒന്നുറപ്പിച്ചോ, സമൃദ്ധയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ മണ്ണിനടിയിൽ മറഞ്ഞു കിടപ്പുണ്ട്.